ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ നക്ഷത്രക്കാരാണോ നിങ്ങൾ? ജൂലൈ മാസം 18 തീയതി മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങളാണ്. വീടും പുതുപുത്തൻ കാറും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അത്യപൂർവമായ സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി പണത്തിന് യാതൊരുവിധ മുട്ടും വരില്ല. അഭിവൃദ്ധിക്ക് തുടക്കമാകുന്നതാണ്. സമ്പത്ത് നിങ്ങൾക്ക് വാരിക്കൂട്ടുവാനും സാധിക്കുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ദിവസങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ജൂലൈ 18 തീയതി മുതൽ ഗജകേസരി യോഗമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. കർക്കിടക മാസത്തിൽ ഗജകേസരി യോഗം വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് നിങ്ങൾക്കിനി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ജൂലൈ 18 മുതൽ ഈ രാശിക്കാർക്ക് ദോഷഫലങ്ങളെല്ലാം മാറി നല്ല സമയം ആരംഭിക്കുകയായി. കഴിഞ്ഞ കാലത്ത് ഇവർക്ക് ഏറെ പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ്. ഇത് മാറുന്ന കാലമാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. എന്തു കാര്യത്തിലും തടസ്സം വന്നിരുന്ന സമയമായിരുന്നു. ഫലം ഇതുവരെ ലഭിച്ചു കാണുകയുമില്ല. ഉയർച്ച വരാത്ത സമയങ്ങളായിരുന്നു നിങ്ങൾക്ക് വന്നിരുന്നത്. എന്നാൽ ജൂലൈ 18 തീയതി മുതൽ നിങ്ങൾക്ക് നല്ല കാലമാണ് വന്നെത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കടങ്ങളും മാറിക്കിട്ടും. ധനം വന്നു ചേരുകയും ചെയ്യും. ഇതിനൊപ്പം ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഏറെ ഫലം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സർവ്വ സൗഭാഗ്യങ്ങളും ജൂലൈ 18 തീയതി മുതൽ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ചോതി നക്ഷത്രക്കാരാണ്. ഇവർക്ക് ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിലാണ് ഇപ്പോൾ വരുന്നത്. ഇവർക്ക് വളരെയധികം ധനഭാഗ്യം വന്നു ചേരും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കഷ്ടനഷ്ടങ്ങളുമെല്ലാം തീർന്നു കിട്ടുന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളിനി ഏറെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരായ ആളുകൾ ശിവപ്രീതി വരുത്തുന്നത് ഏറെ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ഏറെ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുവാൻ പോകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അവസാനിക്കും. സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുക. ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ജപിക്കുക. വിദേശ യോഗം, ഭാഗ്യം, ബിസിനസ് എന്നിവയ്ക്കെല്ലാം ഗുണമുണ്ടാകുവാൻ ശിവക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാട് കഴിക്കുന്നതും നല്ലതാണ്. മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ഇവ നടത്തുന്ന വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഗജകേസരി യോഗം എന്നു പറയാവുന്ന നക്ഷത്രം ചിങ്ങക്കൂറിലെ മകമാണ്. ഇവർക്ക് ശുക്രൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ധാരാളം ധനഭാഗ്യമുണ്ടാകുന്നതാണ്. ഭാഗ്യം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും. മറ്റുള്ളവരുമായുള്ള തർക്കങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. രക്ഷപ്പെടുവാനുള്ള എല്ലാവിധ സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. ശിവനെ പ്രീതിപ്പെടുത്തുക. കൂവളമാല, എരിക്കിൻ പൂക്കുലമാല എന്നിവ ശിവന് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ ഇടവരുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറുന്നതാണ്. മറ്റുള്ള ആളുകളെ വളരെയധികം സഹായിച്ച ആളുകളാണ്. അതിന് നിങ്ങൾക്കിതുവരെ ഒരു രീതിയിലുള്ള ഫലവും വന്നു ചേർന്നിട്ടില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വെല്ലുവിളികളെയും നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇനി നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് തിരുത്താൻ സഹായിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങളെ ചതിച്ച ആളുകളിനി നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. ശിവപ്രീതി വരുത്തുക, മൂലമന്ത്രം എന്നിവ ശീലമാക്കുക. വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇവർ അമ്മേ നാരായണ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്.
നിങ്ങളെ ബാധിച്ച എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും അവസാനിക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ഇനി ഉയർച്ച മാത്രമാണ് നിങ്ങൾക്കുണ്ടാവുക. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യയോഗങ്ങൾക്കുള്ള സമയമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും അവസാനിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ഇവർക്ക് അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും വിദേശ യോഗവാസം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. പല വെല്ലുവിളികളെയും അതിജീവിച്ച് നിങ്ങൾക്കിനി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇനി ധനം സമ്പാദിക്കുവാനുള്ള സമയങ്ങളും വന്നെത്തും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറി ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് അമ്മേ നാരായണായ ചൊല്ലുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടങ്ങളും മാറി വളരെയധികം അഭിവൃദ്ധി വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സങ്കടഭാവങ്ങളും മാറ്റുവാൻ സഹായിക്കും. ഇവർക്ക് വിദേശ വാസയോഗമുണ്ടാകും. തൊഴിൽപരമായി വിദേശത്ത് വസിക്കുവാനും പോകുവാനും യോഗമുണ്ടാകും. ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളുമാണ് ഇനി വന്നു ചേരുക. ശിവഭഗവാനെ പ്രീതിപ്പെടുത്താം, നെയ്വിളക്ക് കത്തിക്കാം, കൂവള മാല കഴിപ്പിക്കാം. എന്നിവ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും അകന്ന് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഈശ്വരാനുഗ്രഹത്താൽ ഇടവരുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഏറെ കഷ്ടകാലമായിരുന്നു ഇതുവരെ. ഇവയെല്ലാം മാറുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളെ ഭാഗ്യം ഇങ്ങോട്ട് തേടി വരും. നിങ്ങളുടെ എല്ലാവിധ മാറ്റങ്ങളും ഇനി ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇനി മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ വളരെ വലിയ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വളരെയധികം പോസിറ്റീവ് ഊർജം വന്നു നിറയും. വിജയിക്കണം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച് നിങ്ങൾക്കിനി പ്രവർത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾ നിമിത്തം വളരെയധികം ഉയർച്ച ഉണ്ടാകും. ഒട്ടേറെ നേട്ടങ്ങളും ഐശ്വര്യവുമെല്ലാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന കാലമാണ്. പല തരത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടായി ജീവിതം കരകയറുവാൻ പോകുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക നേട്ടവുമെല്ലാം ഉണ്ടാകും. തൊഴിലിൽ വളരെയധികം നേട്ടം, കാര്യവിജയം എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. ഈ കാലയളവിൽ ബമ്പർ ലോട്ടറി വരെ അടിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം, വസ്തു, വീട് എന്നിവ നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യും. വ്യാപാരികൾക്കും കർഷകർക്കും ഇരട്ടി ലാഭം കൊയ്യുവാനാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.